പൊതുപ്രവർത്തകർ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകപ്പെടും. അവർക്ക് പേഴ്സണൽ ചോയ്സസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അവർ എക്സംപ്ലറി ആയിരിക്കണം. കാരണം അവരെ കണ്ടാണ് ഒരു തലമുറ തന്നെ ജീവിക്കുന്നത്. അവരെ മാതൃകയാക്കിയായി ആണ് ജീവിക്കുന്നത്. നല്ല പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇല്ലാത്തതിൻ്റെ തകരാറ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ അഭാവമാണ് സമൂഹത്തിൽ വരുന്ന ചുരുക്കെല്ലാം തന്നെ കാരണം. അതുകൊണ്ട് തന്നെ എക്സംപ്ലറി ഫിഗേഴ്സ് ആയിരിക്കണം പൊളിറ്റിക്കൽ ലീഡേഴ്സ്. നിർഭാഗ്യവശാൽ നമുക്കത്തരം പൊളിറ്റിക്കൽ ലീഡേഴ്സൊന്നും ഇപ്പോൾ ഇല്ലാതായിപ്പോയി. എല്ലാവരും തന്നെ ഷോർട്ട് കട്ട്സിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പേരും പ്രശസ്തിക്കും ഒക്കെ വേണ്ടി വരുന്നവരാണ്. അധികാരം വന്നു ചേരുമ്പോൾ അവർക്ക് ഇൻടോക്സിക്കേഷൻ വരും, ഉന്മത്തരാകും. അധികാരം മൂത്ത് അവരെന്തും ചെയ്യും. വോട്ട് ചെയ്ത് അസംബ്ലിയിലേക്കോ ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ മറ്റധികാര സ്ഥലങ്ങളിലേക്കോ പറഞ്ഞയച്ച ജനങ്ങളെ ഇങ്ങനെ കാൽക്കീഴിലിട്ടങ്ങോട്ട് കറക്കും. അവരെ ദാസന്മാരായി കാണാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യാം, പ്ലഷർ സീക്കിംഗ് ആവും. ഇൻ്റലിജൻസ് എല്ലാ രീതിയിലും, അത് സ്ത്രീ ആവട്ടെ, പൈസ ആവട്ടെ, എന്തും അവർ ചെയ്യും. അത് പോയിൻ്റ് ഔട്ട് ചെയ്താലും അവരെ അത് ഏശാറില്ല. കാരണം നമുക്ക് PC ജോർജിനെ പോലത്തെ ലീഡേഴ്സ് ഉണ്ട്. വായെ തോന്നിയത് എന്തും വിളിച്ചു പറയാം. എന്ത് എവിടെയൊക്കെ നെറുകേടുണ്ടോ അതിൻ്റെ ഒക്കെ ഒപ്പം അതിനെ ന്യായീകരിക്കും. അങ്ങനത്തെ ലീഡേഴ്സാണ് നമുക്കുള്ളത് ഇപ്പോൾ തന്നെ. സ്ത്രീകളെ വേട്ടയാടുന്ന, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് നല്ല തെളിവുണ്ടായിട്ടും ഇപ്പോഴും അസംബ്ലിയിൽ തുടരുന്ന MLA ഇരുകക്ഷികളിലുണ്ട്. ഇപ്പം അടുത്ത് റീസെൻ്റ് ആയിട്ടുള്ള തന്നെ മുകേഷ് MLA ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഒരു പരാതിയും ഒരു പെൺകുട്ടി വന്ന് പറയുന്നു, കുറേ എന്താ പറയുക, കളിയിലുണ്ട് വള്ളിയിലില്ല എന്നൊക്കെ പറഞ്ഞ് ചില ക്ലൂസൊക്കെ അങ്ങനെ പറയുന്ന പോലെ ചില ക്ലൂസും കൊണ്ട് വന്നേക്കണു. എനിക്കത് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ കയ്യിൽ തെളിവില്ല. എനിക്ക് നേരെ നടത്തിയത് അത്രയ്ക്ക് വലിയ അതിക്രമമൊന്നുമല്ല. പിന്നെ വീഡിയോ കോൾ ചെയ്തത് ഇരുട്ടത്ത് നിന്നിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടി ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. 3 വർഷം മുന്നേ നടന്നു എന്ന് പറയുന്നു. ഒരു നടിയാണ്. നടി റിമി എന്ന പേര്, റിമി ആൻഡ് ജോർജ്. 3 വർഷം ഒക്കെ കഴിയും ഒരു പെൺകുട്ടി ഒരു ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ എന്തേ 3 വർഷം കഴിഞ്ഞ് വന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും 3 വർഷമൊക്കെ മിനിമം പിടിക്കും ഒരു ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ. അപ്പോൾ അതിന് കുറ്റം പറയുന്നില്ല. പക്ഷെ പറയുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണമല്ലോ. പേര് പറയില്ല, വട്ടിയിലുണ്ട് ചട്ടിയിലില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവും? അത് കേട്ട പാടി കേൾക്കാത്ത പാടി പറയൂ മോളെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്, അതിലെത്രയോ കേസുകൾ ഇപ്പം ഉണ്ട്. അതുപോലെയൊക്കെ തന്നെ ഇനി ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അത് അനുഭവിക്കട്ടെ. അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി എനിക്ക് പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ കുഞ്ഞുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞത് പരസ്പരം സ്നേഹം പങ്കിടും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ അതിന് മനസ്സ് പക്വമായിരിക്കണം ഇരുകൂട്ടടിക്കും. ഇദ്ദേഹം അറിയാതെ ഉണ്ടാവുന്ന കുഞ്ഞ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സുകൊണ്ട് പക്വമല്ലാത്ത സമയത്ത്, മനസ്സുകൊണ്ട് സജ്ജമല്ലാത്ത സമയത്ത് ഒരു കുഞ്ഞിനെ ഭൂമിയിലെത്തിക്കാൻ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇരുകൂട്ടരും കൂടി പറഞ്ഞ് ചെയ്യേണ്ട സംഗതിയാണ്. അപ്പോൾ അത് 4 മാസം വരെ മൂടി വെച്ചിട്ട് ഇപ്പം ചെന്ന് പ്രസവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രസവിച്ചേ തീരൂ ഇപ്പം എന്നൊക്കെ പറയുന്നത് എന്ത് മൂഢത്തരാണ്, എന്ത് വൃത്തികേടാണ്. അത് അത്രയും കാലം പരാതി പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പുറത്തു വിടുന്നു. ഇത്
ഇതൊക്കെ എന്തൊരു കോൺസ്പിറസി അല്ല, ഇതൊന്നും ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല, അതൊന്നും അരുതാത്തതാണ്. പക്ഷെ കോൺസ്പിറസിയായിട്ട് നമുക്ക് കാണണം. അപ്പോൾ ഈ കുട്ടി തന്നെ ആ കുട്ടിക്ക് ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. പിന്നീട് ഈ പെട്ടെന്നൊരു വൺ ഫൈൻ മോർണിംഗിൽ വന്നിട്ട് ഈ പരാതി എന്താണെന്ന് എനിക്ക് ഭയങ്കര ചിരി തോന്നി. ഈ പെൺകുട്ടികളൊക്കെ ഇപ്പം വേടൻ്റെ കേസും നമ്മൾ കണ്ടു. നിരന്തരം ബന്ധപ്പെട്ട അവസാന നിമിഷമാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടോർച്ചർ ചെയ്തു, എന്നെ ആ സമയങ്ങളിൽ എന്നെ അബ്യൂസ് ചെയ്തു, എന്നെ ഇതൊക്കെ ചെയ്തു, അതൊക്കെ ശരി, അതൊക്കെ പറയാം. പക്ഷേ അത് കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ച് ഞാനത് സഹിച്ചു. ഒരു മനുഷ്യൻ്റെ കൂടെ താമസിക്കുമ്പോൾ 2, 3, 4 പ്രാവശ്യം ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു രീതി മനസ്സിലാവുന്നല്ലോ. അപ്പോൾ എന്താ, ഫെയിമിൽ കുടുങ്ങി കിടക്കുകയാണ് പെൺകുട്ടികളെല്ലാം തന്നെ. ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല ചെറുപ്പക്കാരനെ, നല്ല സാത്വികനായ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഈ പെൺകുട്ടികളൊന്നും പോവില്ല. പളപളപ്പിൽ പോവും. പളപളപ്പിലും ആ പ്രശസ്തിയിലും മയങ്ങിക്കിടന്ന് അവരുടെ കൂടെ പോയിട്ട് ഞങ്ങളെ പിടിപ്പിക്കൂ എന്ന് കരുതും. കാരണം പെൺകുട്ടികളൊക്കെ പളപളപ്പിലാണ് പോണ്. നല്ല അവരെ പ്രൊമോട്ട് ചെയ്യാനും അവരായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറുപ്പക്കാരും മനുഷ്യരൊക്കെ ഭൂമിയിലുണ്ട്. ഈ പെൺകുട്ടികൾ ആരും ഈ വല്ലവരുടെ പ്രശസ്തി കണ്ട് പോകണമെന്തിനാ? അവരുടെ പ്രശസ്തിയുടെ ഒരു ശതമാനം നിങ്ങൾക്ക് തരാൻ എന്തായാലും അവർ പോകുന്നില്ല. അവരുടെ പണത്തിൻ്റെ ഒരു ശതമാനം നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. പക്ഷെ അതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പെൺകുട്ടികൾ പലരും പോയിട്ട് വഞ്ചിക്കപ്പെട്ട് വരുന്നത്. അപ്പോൾ പെൺകുട്ടികൾ ഓർക്കണം, എന്തിനു വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ പോണത്? പണക്കാരനെ കല്യാണം കഴിച്ചാൽ ജീവിതം ഭദ്രമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരിക്കലുമില്ല. അയാൾ തന്നാലല്ലേ നമുക്ക് പറ്റും. അവരൊന്നും തരാനും പോലില്ല. അപ്പോൾ അവനവൻ്റെ കാലിലല്ലേ അവരവർ ഉറച്ചു നിൽക്കുന്നത്. ഈ മായക്കാഴ്ചയിൽ കുടുങ്ങിക്കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ചിലപ്പോൾ ഇച്ഛാഭംഗം കൊണ്ടും മോഹഭംഗം കൊണ്ടും പറയുന്നുണ്ട് പെൺകുട്ടികൾ. അങ്ങനെ ഈ വിളിച്ച് ശരിയായ രീതിയിൽ ഈ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാണ്ട് പിന്നെ ഒരു വൺ ഫൈൻ മോർണിംഗിൽ വന്ന് ഇങ്ങനെ വിലപിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതൊരു കോൺസ്പിറസി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിരുന്നു. പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടികളെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അതിന് ന്യായീകരിക്കുകയല്ല. എങ്കിൽ കൂടി ഞാൻ പറയുന്നു, ഇത് വളരെ അദ്ദേഹം ഒരു മാതൃകാ വ്യക്തിത്വമല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതുപോലെ തന്നെ മുകേഷ് MLA ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടതാണ്, പക്ഷെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ജനാധിപത്യം രോഗശയ്യയിലാണ് കിടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതിപ്പോൾ എങ്ങനെ ജനാധിപത്യത്തിന് ഡെമോക്രാറ്റിക് വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുക. ഇതൊക്കെ ഡെമോക്രാറ്റിക് വാല്യൂസിൽ പെടും. പക്ഷെ ഡെമോക്രസി ഇറ്റ്സെൽഫ് ഈസ് ഇൻ പെറിൽ. ജനാധിപത്യം തന്നെ രോഗശൈലിയാണ്, രോഗാതുരമായി കിടക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കക്ഷിയുടെ മന്ത് മറയ്ക്കാൻ വേണ്ടി അവർ പടച്ചു വിടുന്ന വാർത്തകളിൽ നമ്മുടെ ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ മറ്റേ കക്ഷിയുടെ അതായത് അവരുടെ ന്യൂനതകൾ മറയ്ക്കാൻ വേണ്ടി ഇവരെ കുത്തിപ്പൊക്കുന്നതിലും പൊതുജനത്തിന് താല്പര്യമില്ല. എങ്ങനെ ജനങ്ങൾക്ക് പബ്ലിക് ട്രഷറിയിലെ കാശ് എത്ര നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ ചിന്ത. അതല്ലാത്ത കാര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റിൻ്റെ താല്പര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി ഒരാൾ ഒരു വാല്യൂസ് ഇല്ലാത്തൊരു പൊതുപ്രവർത്തകനെ നമുക്ക് ആവശ്യവുമില്ല. പക്ഷേ ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് പരാതിയില്ല. പെണ്ണുങ്ങളൊന്നും കോടതിയെ സമീപിക്കുന്നില്ല. പെണ്ണുങ്ങളെന്ന പരാതി ഉണ്ടെങ്കിൽ മാധ്യമങ്ങളോടെങ്കിലും ചുരുങ്ങിയ പക്ഷം വിളിച്ച് പറയണം. അതും ചെയ്തിട്ടില്ല. അല്ലാത്തൊരു കേസിനെ ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ ഈ TV ചാനലുകൾ കൊടുക്കുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു സൈഡ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക വേണം. എല്ലാ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിന് വരുന്ന എല്ലാ കക്ഷികൾക്കും അതൊരു താക്കീത് തന്നെയായിരിക്കണം. നന്ദി, നമസ്കാരം.